രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും പരമപവിത്രമായ ഈ മഹാഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന സ്വന്തം ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ശ്രീരാമചന്ദ്ര മഹാപ്രഭു അച്ഛൻ്റെ സത്യം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് കാനനത്തിലേക്ക് പുറപ്പെടുന്നു എന്ന് അറിഞ്ഞ ലക്ഷ്മണൻ അച്ഛനോട് കോപിക്കുന്നതും അച്ഛനെ ബന്ധിച്ച് താൻ രാമന് പട്ടാഭിഷേകം നടത്തും എന്ന് പറയുന്നതുമൊക്കെ നമ്മൾ ഇന്നലെ കേട്ടു. കൗസല്യയുടെ കൊട്ടാരത്തിൽ വെച്ച് രാമൻ്റെ മുന്നിൽ വെച്ച് കൗസല്യ കേൾക്കുകയാണ് ലക്ഷ്മണൻ ഇങ്ങനെ ക്രോധാവേശം മുഴുത്ത് രാമന് അഭിഷേകം താൻ ഉടനെ നടത്തുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത്. ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ അവസരത്തിൽ ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്താൻ മധുരങ്ങളായ വാക്കുകൾ പറയുന്നത് നാം ലക്ഷ്മണോപദേശം എന്നുള്ള പേരിൽ അറിയുന്നു. ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന ഈ വാക്കുകൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ മാനവരാശിക്കും വേണ്ടിയിട്ടുള്ള വാക്കുകളാണ്. അക്കാര്യത്തിൽ യാതൊരു ഭേദവുമില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നതായ അഹന്തയെ ദൂരീകരിച്ച് ഈ ജഗത്തെന്താണെന്നും ജീവിതമെന്താണ് എന്നും ഓരോരുത്തരും ആരാണ് എന്നും ഓരോരുത്തരുടെയും കർത്തവ്യം എന്താണ് എന്നും ജീവിതത്തെ എങ്ങനെയാണ് ധന്യമാക്കേണ്ടതെന്നും വളരെ വ്യക്തമായ ധാരണ ആർക്കും ഉണ്ടാകുമാറ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് നൽകുന്ന ഉപദേശമാണിത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മണോപദേശത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അധ്യാത്മരാമായണത്തിൽ വിപുലമായ 3 ലക്ഷ്മണോപദേശങ്ങൾ നമ്മൾ കാണും. അയോധ്യാകാന്ഡത്തിലും ആരണ്യകാന്ഡത്തിലും കിഷ്കിന്ധാകാന്ഡത്തിലും. അതിൽ അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശമാണിത്. രാമൻ ലക്ഷ്മണനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു തുടങ്ങുന്നു. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. ഇങ്ങനെ ആരംഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്നേഹനിർഭരമായ ആ ഉപദേശം ലക്ഷ്മണന്റെ ശ്രദ്ധയെ പരിപൂർണമായിട്ടും രാമന്റെ വാക്കുകളിലേക്ക് ആകർഷിച്ചു. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങുകയാണ്, വളരെ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. തനിക്ക് ലക്ഷ്മണനോടുള്ള സ്നേഹവും ലക്ഷ്മണന് തന്നോടുള്ള സ്നേഹവും തനിക്ക് സുമിത്രയോടും സുമിത്രയ്ക്ക് തന്നോടുമുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ആ ആരംഭം
ലക്ഷ്മണന്റെ മനസ്സുകളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ ലക്ഷ്മണനിലേക്ക് ആ ഉപദേശം ഗംഗ പോലെ വളരെ വേഗത്തിൽ എത്തിച്ചേർന്ന് അതിൻ്റെ സഫലമായിട്ടുള്ള പൂർണ്ണതയിൽ നമുക്ക് ഏവർക്കും അസ്വാദ്യമായ രീതിയിൽ ശോഭിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, അല്ലയോ ലക്ഷ്മണ, നീ എന്തിനു വേണ്ടിയിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത് എന്ന് നീ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എൻ്റെ ഈ പുറപ്പാട് ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കൂ. എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് എനിക്ക് രാജ്യം നഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ച് നീ കോപത്തോടു കൂടിയിട്ട് വില്ലുമെടുത്ത് യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു. പക്ഷേ അത് ശരിയാണോ എന്ന് എല്ലാ വശങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി വിശകലനം ചെയ്ത് നീ വിലയിരുത്തൂ. ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിൽ ഏതത് പ്രയാസം തവയുക്തം, അതല്ലായെങ്കിൽ എന്തിനാൽ ഫലം. അല്ലയോ ലക്ഷ്മണ, നീ ഈ ഒരു കർമ്മത്തിന്, ഈ കർമ്മം മാത്രമല്ല ഏതൊരു കർമ്മത്തിനും ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് വളരെയേറെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. എന്നിട്ട് വേണം നിശ്ചയിക്കാൻ അത് അങ്ങനെ വേണമോ വേണ്ടയോ എന്ന്. നീ ഇവിടെ ചിന്തിച്ചു നോക്കൂ. ഈ രാജ്യം, ഈ ദേഹം, ഇതെല്ലാം ദൃശ്യ പദാർത്ഥങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നു. ഇവയെല്ലാം ദൃശ്യമായിട്ടുള്ളതാണ്. ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നവ. രാജ്യത്തെ കണ്ണുകൊണ്ട് കാണാം, നഗരങ്ങളെയും ഗ്രാമങ്ങളെയും എല്ലാം കണ്ണുകൊണ്ട് കാണാം, സമ്പത്തിനെ കണ്ണുകൊണ്ട് കാണാം. രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടവയാണല്ലോ അവയെല്ലാം. സൈന്യങ്ങളെ കണ്ണുകൊണ്ട് കാണാം, സിംഹാസനവും കിരീടവും ഒക്കെ കണ്ണുകൊണ്ട് കാണാം, ആർഭാടങ്ങളും സുഖ സൗകര്യങ്ങളും ഒക്കെ കണ്ണുകൊണ്ട് കാണാം. എങ്ങനെ അവയെല്ലാം ദൃശ്യമാണ്. ശരീരവും ദൃശ്യമാണ്. ദൃശ്യമെന്നുള്ള വാക്കുകൊണ്ട് കാണപ്പെടുന്നത് എന്നർത്ഥം. കാണുക മാത്രമല്ല നാം ചെയ്യുന്നത്. അതുകൊണ്ട് അവയെല്ലാം ദൃശ്യമെന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നു. നമ്മൾ കാതുകൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാക്കുകൊണ്ട് രുചിക്കുന്നു, ത്വക്കുകൊണ്ട് തൊട്ടറിയുന്നു. ഇങ്ങനെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന 5 അനുഭവങ്ങൾ നമുക്കുണ്ട്. ഈ 5 അനുഭവങ്ങളേ ഉള്ളൂ. 6ാമതൊരു അനുഭവമില്ല. ഈ 5 അനുഭവങ്ങൾ പല പ്രകാരത്തിൽ കൂടിക്കലർന്നതാണ് നമ്മുടെ ഈ പ്രപഞ്ചാനുഭവം. ഈ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിനെയും നമ്മൾ തിരിച്ചറിയുന്നത് ഈ 5 അനുഭവങ്ങൾ പലതും പല അളവിൽ കൂടിക്കലർന്നിട്ടാണ്. ഒരു റോസാ പുഷ്പത്തെ നമ്മൾ അറിയുന്നത് കണ്ണുകൊണ്ട് കാണാവുന്ന അതിൻ്റെ വർണ്ണവും രൂപവും കൊണ്ട്, അതിൻ്റെ ഗന്ധം കൊണ്ട്, അതിൻ്റെ സ്പർശം കൊണ്ട്. ഒരു മതിലിനപ്പുറത്ത് റോസാപ്പൂ വിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഗന്ധം കൊണ്ട് ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം. അതേപോലെ തന്നെ രാത്രി നല്ല ഇരുട്ടുള്ളപ്പോഴേക്കും മേശപ്പുറത്ത് എന്തൊക്കെ ഇരിക്കുന്നു എന്ന് നാം ഇങ്ങനെ കൈകൊണ്ട് പരത്തി നോക്കിക്കഴിഞ്ഞാൽ റോസാ പുഷ്പത്തെ അറിയാം അതിൻ്റെ സ്പർശം കൊണ്ട്, പുസ്തകത്തെ അറിയാം അതിൻ്റെ സ്പർശം കൊണ്ട്. അങ്ങനെ നിറം, ആകൃതി, ഗന്ധം, സ്പർശം ഇത്യാദി കൊണ്ടാണ് റോസാ പുഷ്പം നമുക്ക് ഉള്ളതായിത്തീരുന്നത്. ഇവയെല്ലാം അതിൽ നിന്ന് പിൻവലിച്ചാലോ പിൻവലിക്കാനുള്ള ശേഷി നമുക്കില്ല വ്യക്തികൾക്ക്. ഇതിനെ നിർമ്മിച്ചതായ ആ പ്രപഞ്ച അധീശ്വരൻ, അദ്ദേഹത്തിന് സാധിക്കും. നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ഭാവന ചെയ്ത് നോക്കാം. റോസാ പുഷ്പത്തിൽ നിന്നിട്ട് ദൃശ്യമായിരിക്കുന്ന നിറത്തെയും അതേപോലെ തന്നെ ആകൃതിയെയും പിൻവലിക്കുന്നു, മണത്തെ പിൻവലിക്കുന്നു, സ്പർശത്തെ പിൻവലിക്കുന്നു. പിന്നെ നമ്മുടെ അനുഭവത്തിൽ റോസാ പുഷ്പം എവിടെ ഇരിക്കുന്നു? എങ്ങുമില്ല. അങ്ങനെ ഈ ആകൃതികൾ 5 ആകൃതികളാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെല്ലാം നമുക്ക് ഉള്ളതായിത്തീരുന്നത്. അങ്ങനെ ഇതെല്ലാം ദൃശ്യമാണ്. അങ്ങനെ ദൃശ്യമെന്നുള്ള വാക്കുകൊണ്ട്
ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അറിയപ്പെടുന്നത് സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ രാജ്യവും ദേഹവും എല്ലാം ദൃശ്യമാണ്. ഈ വിശ്വം മുഴുവൻ ദൃശ്യമാണ്. നിശേഷ ധാന്യ ധനാദിയും, ധാന്യങ്ങൾ, ധനങ്ങൾ, പല പ്രകാരത്തിലുള്ള ധനങ്ങൾ എല്ലാം, ഇതെല്ലാം ദൃശ്യമാണ്. ദൃശ്യമായിട്ടുള്ള ഇവയെല്ലാം സത്യമാണോ? ഇവയെല്ലാം സത്യമെന്നാകിൽ, ഇവയെല്ലാം സത്യമാണെന്നിരിക്കിൽ ഏതത് പ്രയാസം തവ യുക്തം, നിന്റെ ഈ പ്രയത്നം കൊള്ളാം. എന്താ പ്രയത്നം? ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ഇതെല്ലാം സത്യമാണെങ്കിൽ നിന്റെ ഈ പരിശ്രമം കൊള്ളാം. അല്ലെങ്കിലോ? അല്ലായെങ്കിൽ എന്തിതിനാൽ ഫലം? ഈ രാജ്യദേഹാദികൾ, സിംഹാസനം, കിരീടം, ചെങ്കോല, ആധിപത്യം, സാമ്രാജ്യം, ഇവ സത്യമല്ലെങ്കിൽ ഇതുകൊണ്ടെന്ത് പ്രയോജനം? ചിന്തിക്കാൻ വേണ്ടിയിട്ട് രാമൻ ലക്ഷ്മണന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചോദ്യമാണിത്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലേക്ക് ഭഗവാൻ ഇട്ടുതരുന്ന ചോദ്യമാണിത്. ഈ ലോകത്തിൽ കലാപങ്ങളും കോലാഹലങ്ങളും ഒക്കെ രാജ്യത്തിനും സാമ്രാജ്യത്തിനും ധനസമൃദ്ധിക്കും സ്ഥാനമാനങ്ങൾക്കും അധികാരത്തിനും പ്രതാപത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്യപ്പെട്ടത്. പക്ഷേ അതാഗ്രഹിച്ച് അതിനുവേണ്ടി കോലാഹലങ്ങളൊക്കെ കൂട്ടിയ ആളുകളുടെ കയ്യിൽ ശാശ്വതമായിരുന്നോ? ഇല്ല. ആരൊക്കെ ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി കോലാഹലങ്ങൾ ഉണ്ടാക്കിയോ അവരിൽ അധികം പേരും പരാജയപ്പെട്ടു. അതിൽ തന്നെ ചിലർ ഭാഗികമായി ജയിച്ചു, ചിലർ പൂർണ്ണമായി ജയിച്ചു. പൂർണ്ണമായി ജയിച്ചാൽ പോലും നിമിഷങ്ങൾക്കകം അവയെല്ലാം കൈവിട്ടും പോകുന്നു. അവിടെ പരാജയം വരുന്നു. എന്താ? ഇതൊന്നും സത്യമല്ല. എന്താ സത്യം? 3 കാലത്തിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് സത്യം. കാലത്തെ അത് അഖണ്ഡമായൊരു പ്രവാഹമാണെങ്കിലും നമ്മുടെ അനുഭവത്തിൽ നമ്മൾ 3ആയി തിരിക്കും. ഒന്ന് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് വർത്തമാനം എന്ന് പറയും കാലത്തിന്. മറ്റേത് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് അനുഭവിച്ചു കഴിഞ്ഞത്, അങ്ങ് 1000 ആണ്ടുകൾ മുമ്പുള്ളവയും ഒക്കെ ഭൂതം എന്ന് പറയും. ഇനി വരാനിരിക്കുന്നത് ഭാവി എന്ന് പറയും. കാലം അഖണ്ഡമാണെങ്കിലും നമ്മൾ അതിനെ നമ്മുടെ അനുഭവത്തെ ആസ്പദമാക്കിയിട്ട് ഇങ്ങനെ 3ആയി തിരിക്കുന്നു. ഈ 3 കാലത്തിലും ശാശ്വതമായിട്ട് ഏതൊരു പദാർത്ഥം നിലനിൽക്കുന്നു? ശരീരം നിലനിൽക്കുന്നോ? ഇല്ലല്ലോ. സമ്പത്ത് നിലനിൽക്കുന്നോ? ഇല്ലല്ലോ. സ്ഥാനമാനങ്ങൾ നിലനിൽക്കുന്നോ? സാമ്രാജ്യം നിലനിൽക്കുന്നോ? ഇല്ലല്ലോ. എത്രയേറെ സൈന്യം സംഭരിച്ചിട്ട് യുദ്ധം ചെയ്ത് എല്ലാം കീഴടക്കാനായി പുറപ്പെട്ട ആളുകളും അടുത്ത നിമിഷത്തിൽ ഈ ലോകത്തോട് തന്റെ ഇഷ്ടത്തിന് വിപരീതമായി തന്നെ കടന്നു പോകേണ്ടി വരുന്നു. അതാണ് യാഥാർത്ഥ്യം. ഇവയൊന്നും ശാശ്വതമല്ല. 3 കാലത്തിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് മാത്രമാണ് സത്യം. ഇവയൊന്നും, രാജ്യദേഹാദികളൊന്നും സത്യമല്ല. നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു. അസ്ഥി ഉണ്ട് എന്നുള്ള അവസ്ഥ, ജായത്തെ ജനിക്കുന്നു എന്നുള്ള അവസ്ഥ, വർദ്ധതെ വളരുന്നു എന്നുള്ള അവസ്ഥ, വിപരിണമതെ വളർച്ചയുടെ പരകാഷ്ഠയിൽ എത്തുന്നു എന്നുള്ള അവസ്ഥ, പിന്നെയോ അപക്ഷീയതെ ക്രമേണ ക്ഷയിച്ചു വരുന്നു എന്നുള്ള അവസ്ഥ, നശ്യതീതി നശിക്കുന്നു എന്നുള്ള അവസ്ഥ. ഇങ്ങനെയുള്ള 6 അവസ്ഥകൾ എല്ലാ പദാർത്ഥങ്ങൾക്കുമുണ്ട്. സൂര്യനും നക്ഷത്രാദികൾ പോലും ഇതിന് വിധേയരാണ്. അവർക്കും ഇതിനെ അതിലംഘിക്കാൻ പറ്റൂല. ഈ പറഞ്ഞ 6 മാറ്റങ്ങളും അവയ്ക്കുമുണ്ട്. മനുഷ്യൻ ഒരു 100 വർഷമോ 120 വർഷമോ ഒക്കെയാണ് ആയുസ്സെങ്കിൽ ആദിത്യാദികൾക്ക് കുറെ കോടി വർഷങ്ങൾ, ഇത്രയുള്ളൂ വ്യത്യാസം. എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതിനാൽ ഇതൊന്നും സത്യമല്ല. ഈ സാമ്രാജ്യവും ഈ കിരീടവും ഈ ചെങ്കോലും ഒക്കെ സത്യമായിരുന്നുവെങ്കിൽ, അല്ലയോ ലക്ഷ്മണ, അച്ഛനെ ബന്ധിച്ചിട്ട് നീ എന്നെ രാജാവായി അഭിഷേകം ചെയ്യും എന്ന് പറഞ്ഞ് ചാടിപ്പുറപ്പെട്ടതൊക്കെ കൊള്ളാം. പക്ഷെ അല്ലല്ലോ. നീ ചിന്തിച്ചു നോക്ക്, ഇതൊന്നും നിലനിൽക്കുമോ? എന്നും നിലനിൽക്കുമായിരുന്നെങ്കിൽ മഹാരാജാവായ അജൻ കിരീടം ദശരഥനെ ഏൽപ്പിച്ചിട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ.
അതേപോലെ തന്നെ ദശരഥൻ ഈ കിരീടം എന്നെ ഏൽപ്പിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ആഗ്രഹിക്കേണ്ട കാര്യമുണ്ടായിരുന്നു? ഇല്ലല്ലോ. എന്താ? ഈ ശരീരം ശാശ്വതമല്ല. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിന് സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയുന്ന കാലഘട്ടവും നിയന്ത്രിതമാണ്, പരിമിതമാണ്. അപ്പോൾ പിന്നെ അത് അടുത്ത തലമുറയെ ഏൽപ്പിക്കുക, അതല്ലാതെ വേറൊരു ഗതിയില്ല. ഇങ്ങനെ നാളെ നഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ളതായ ഈ അധികാരത്തിനും ബലത്തിനും വേണ്ടി അച്ഛനെ ബന്ധിക്കുക, എതിർത്ത് വരുന്നവരെല്ലാം സംഹരിക്കുക എന്നുള്ളതായ ക്രൂരകർമ്മത്തിന് പുറപ്പെടുന്നത് ശരിയാണോ ലക്ഷ്മണ? നീ ഒന്ന് ആലോചിച്ചു നോക്ക്.